മാലാഖമാരുടെ ചില്ലുകൂടാരത്തിലെ ഓരോ കുഞ്ഞു മാലാഖയ്ക്കും ഒരു കഥ പറയാനുണ്ട്. ഓരോരുത്തരെയും മാമോദിസ മുക്കി പേര് കൊടുക്കുന്ന പോലെ ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുന്ന കഥയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഒന്നും അല്ലാത്തൊരു കഥയുണ്ട്. അത് മിലിയുടെ കഥയാണ്. മിലി എന്നൊക്കെ നമ്മൾ ആദ്യം പേരിട്ടേലും ഇപ്പോൾ എൻ്റെ കുഞ്ഞേലിയാണ്. കഥയുടെ തുടക്കം അങ്ങ് ഓസ്ട്രിയയിൽ ഹാൾസ്റ്റാറ്റ് എന്ന് പറഞ്ഞ അതിമനോഹരമായൊരു സ്ഥലം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾ മൂക്കും കുത്തി താഴെ വീഴും. എന്നായാലും ചെന്നു, കണ്ടു, മനസ്സവിടെ കീഴടങ്ങി. എങ്ങോട്ട് നോക്കിയാലും ഉണ്ടല്ലോ നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. അമ്മാതിരി ഒരു ഷേല് ഏതോ ഫെയറി ടെയിലൊക്കെ നിൽക്കുന്ന പോലെ തോന്നും. അവിടെ ഉണ്ടല്ലോ 2 പള്ളികളുണ്ട്. അതിലൊരു പള്ളിയുടെ മുന്നിൽ ഒരു സെമിത്തേരിയാണ്. അതിനും ഭംഗിക്കൊട്ടും ഒരു കുറവുമില്ല. അതിനിടയിൽ കൂടി ഇങ്ങനെ ഓരോ പേരുകളും വായിച്ച്, ജർമ്മൻ പേരുകളാണേ. ഇങ്ങനെ വന്ന വഴിക്ക് ഞാൻ ഒരു കല്ലറ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു കേട്ടോ. നമ്മൾ സാധാരണ കല്ലറയിൽ പൂക്കൾ കൊണ്ട് വെക്കത്തില്ലേ, ഇതവിടെ ആ കല്ലറയുടെ സ്ലാബിന് പകരം അവിടെ മൊത്തം പൂച്ചെടികൾ നട്ട് വളർത്തിയിരിക്കുകയാണേ. കല്ലറയിൽ പൂക്കളുടെ ഇടയിൽ അവർ കൊണ്ട് വെച്ചിരിക്കുന്നത് ചെറിയ മാലാഖമാർ, ചെറുബുകളെയാണ്. ആ കല്ലറയുടെ അവകാശിയുടെ പേരും ആ ചെറുപ്പക്കാരനെയും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു. അവിടെ ആ കറുത്ത മണ്ണിൽ പൊതഞ്ഞു കിടന്ന ഒരു മാലാഖ, ചിറകൊടിഞ്ഞ ഒരു മാലാഖ, അതായിരുന്നു മിലി. ഞാൻ ഈ കുഞ്ഞേലിനെ അങ്ങോട്ട് എടുത്തോട്ടെ എന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു. ഞാൻ അവളെ പൊടി തട്ടിയെടുത്തു. പക്ഷെ പിന്നെ തിരിച്ചു വെച്ചില്ല. ദേഹത്തുണ്ടായിരുന്ന ബാക്കി മണ്ണും ചെളിയൊന്നും പിന്നെ കളഞ്ഞില്ല. ഞാൻ ഗന്ധർവൻ സിനിമയും പത്മരാജനെയും മനസ്സിൽ വിചാരിച്ച് ഞാൻ അവളെ ഇങ്ങ് കൊണ്ടുപോകുന്നു. ചിറകൊട്ടിച്ച് എൻ്റെ കുഞ്ഞേലിയാക്കി ഇവിടെ ഈ മാലാഖമാരുടെ കൂടാരത്തിലിരുത്തി. കുഞ്ഞേലിയെ കൂട്ടാൻ ഇനി അവിടുന്ന് ആരെങ്കിലും വരുമായിരിക്കുമോ?